സാർ ലൊക്കേഷൻ ക്ലിയർ. സാർ ഇവിടെ കിടക്കൂ, ചേച്ചി അപ്പുറം കിടക്കൂ, ഞാൻ നടുക്ക് കിടക്കും. അല്ല പിന്നെ പാതിരാത്രിക്ക് ചേച്ചി വല്ല ആക്രമിച്ചാലോ? പറയല്ലേ അനാവശ്യം പറയരുത്. അളിയാ അളിയാ മനുഷ്യന് സ്വസ്ഥമായിട്ട് ടി വി കിട്ടി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അളിയാ. ബോഡിക്കാട് ബാബു 5 അടി മുകളിൽ. അത് മതി, 5 അടി മുകളിൽ മനസ്സിലായി. നാളെ റിസർച്ച് സെന്ററിൽ നിന്ന് ആള് വരുമ്പോ എനിക്ക് ക്ഷീണമില്ലാതെ നല്ല പ്രസരിപ്പോടെ നിൽക്കാനുള്ളതാണ്. സാറിന്റെ സുരക്ഷിതത്വമാണോ എന്റെ ഉത്തരവാദിത്വം? അത്ര മതി. ഞാൻ പറയാം അറിയാം, ഇവൻ ഇങ്ങനെയൊന്നും പറഞ്ഞ അവൻ പോകത്തില്ല. നീ അവനെ ഒരു ഉത്തരവാദിത്തോടെ ഒരു കാര്യം ഏൽപ്പിക്കണം. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഫയലാ സാധനങ്ങളെ കൊണ്ട് ലാബിൽ വെക്കാൻ. ബാബു സാർ, ബാബു പ്രൊട്ടക്ഷൻ വേണ്ടത് ഇവിടെ അല്ല. എന്റെ ഈ പെട്രോൾ കണ്ടുപിടുത്തത്തിന്റെ പരീക്ഷണങ്ങളുടെ ഫോർമുല എല്ലാം ഉള്ളത് എന്റെ അവിടെ പരീക്ഷണശാലയിലാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ഫയലും ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവിടെ സുരക്ഷിതമായിട്ട് നിന്ന് കാക്കുക. കാരണം നാളത്തെ പരീക്ഷണം നടത്തേണ്ടത് അവിടെ വെച്ചാണ് നാളെ എനിക്ക് കത്തിക്കാനുള്ളത്. അപ്പൊ എല്ലാം എടുത്തിട്ട് അവിടെ കാവൽ നിൽക്കും കേട്ടോ. ആത്മാർത്ഥം ഇങ്ങനെ കൂടി പോന്ന് വിചാരിച്ചാ അളിയ. പിന്നെ വേറെ കാര്യം, നാളത്തെ ചടങ്ങെന്താണ്? നാളെ അവര് വരുന്നു നമ്മൾ ആ പരീക്ഷണശാലയിൽ പോകുന്നു. ഞാൻ കണ്ടുപിടിച്ച ആ ദ്രാവകം ഉണ്ടല്ലോ, അത് പെട്രോളിനെ പോലെ അത്ര പെട്ടെന്ന് കത്തുന്നു. അത് കത്തി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അപ്രൂവൽ തരുന്നു. അപ്പൊ അവർക്ക് നേരിട്ട് കാണണം. അതിനു വേണ്ടിയാണ് വേണ്ടി പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ലോകത്ത് പെട്രോൾ കണ്ടുപിടിച്ച ഒരേ ഒരു മഹാൻ. അയ്യോ ചേട്ടാ, ഓടി വാ. നമ്മുടെ ലാബ് നിന്ന് കത്തുന്നു. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, മൊത്തം കത്തിക്കൊണ്ടിരിക്കുക. എന്റെ പരീക്ഷണശാല, എന്റെ കത്തിച്ചെന്നറിയാൻ എല്ലാം പോയി. നീ എവിടെ പോയി കിടക്കായിരുന്നടാ? ആരും പേടിക്കണ്ട, ഞാനാ കത്തിച്ചത്. അതെ, നാളെ അവര് വരുമ്പോ കത്തിക്കാൻ വേണ്ടി സാർ ഒരു ദ്രാവകം ഉണ്ടാക്കി വെച്ചില്ലേ, അത് കത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാനത് കത്തിച്ച് നോക്കിയത്. എന്തിന്? അല്ല, നാളെ അവര് വരുമ്പോ സാറ് കത്തിക്കുമ്പോ കത്തിയില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ സാറേ അത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, കൺഗ്രാജുലേഷൻ. പെട്രോളിനേക്കാളും വീര്യമുള്ള സാധനം ഞാൻ തീപ്പെട്ടി ഇങ്ങനെ കാണിച്ചത് ഭൂമൊരു കത്തല്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച എന്റെ ഫയലുകളൊക്കെ ഇവിടെ അതല്ലേ ആദ്യം കത്തി ചാമ്പലായിരുന്നു. ഞാൻ വെറും ബാബു അല്ല, ബാബു ബോഡി ഗാർഡ് 5 അടി മുകളിൽ. നീ 5 അടി മുകളിലല്ലടാ, നീ 6 അടി താഴെയാടാ. മണ്ണ്